നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിസി നിയമനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് തിരിച്ചടി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്തിനെന്ന് സുപ്രീം കോടതി. KTU ഡിജിറ്റൽ വിസിമാരെ കണ്ടെത്താൻ കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും നിർദ്ദേശം. പേരുകൾ നാളെ നൽകാമെന്ന് സംസ്ഥാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. തീരുമാനം അറിയിക്കാൻ സെപ്റ്റംബർ 10 വരെ സാവകാശം. അവസാന അവസരമെന്നും കോടതി. അല്പം കൂടി സാവകാശം വേണമെന്ന് കേന്ദ്രം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ സുരേഷ് ഗോപി MP തൃശൂരിലെത്തി. പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിച്ചു. സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രം മാധ്യമങ്ങളോട് പരിഹാസ പ്രതികരണം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച MP. കമ്മീഷണർ ഓഫീസിലേക്കുള്ള BJP മാർച്ചിലും MP ഓഫീസിലേക്കുള്ള CPM മാർച്ചിലും സംഘർഷം. പോലീസ് ലാത്തി ചാർജും ജലപീരങ്കിയും. വോട്ട് വിവാദത്തിൽ പരാതിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ കോടതിയെയോ സമീപിക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖർ. വോട്ട് കൊള്ള തെളിയിക്കാൻ വെല്ലുവിളിച്ച് K. സുരേന്ദ്രൻ. വോട്ട് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൊഴി നൽകി VS സുനിൽകുമാർ. സാന്ദ്ര തോമസിന് തിരിച്ചടി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരായ സാന്ദ്രയുടെ ഹർജി തള്ളി. വിധി അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമെന്ന് സാന്ദ്ര. നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നാളെ. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 10. മരിച്ചത് പ്രവാസികൾ. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ. മലയാളികളും ഉള്ളതായി സൂചന. ദുരന്തത്തിൽപ്പെട്ടത് ജലീബിലെ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ നിന്നുള്ള മദ്യം കഴിച്ചവർ. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. ഗവർണർ സർക്കാർ തർക്കത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. KTU ഡിജിറ്റൽ VCയെ കണ്ടെത്താൻ കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനോടും ഗവർണറോടും കോടതി നിർദ്ദേശം നൽകി. പേരുകൾ നാളെ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്തിനെന്ന് ഗവർണറോട് കോടതി ചോദിച്ചു. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വാദം കേട്ടത്. ഗവർണറുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമവുമില്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. നിലവിലെ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. താൽക്കാലിക VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ UGC ചട്ടമനുസരിച്ച് മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കൂ എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് തർക്കമെന്ന് കോടതി ചോദിച്ചു. തർക്കം ഒഴിവാക്കിയില്ലെങ്കിൽ 5 അംഗ കമ്മിറ്റിയെ കോടതി നിയോഗിക്കാമെന്ന് ജസ്റ്റിസ് പർദിവാല വ്യക്തമാക്കി. ഇതിനായി 5 പേരുകൾ നിർദ്ദേശിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരായാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയായിരുന്നു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കാൻ കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇത് അവസാന അവസരമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. VC സിൻഡിക്കേറ്റ് തർക്കത്തെ തുടർന്ന് സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വിളിച്ച അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്നും ചേർന്നില്ല. കോറം തികയാത്തതിനെ തുടർന്നാണ് സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെച്ചത്. ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കാൻ VC ഡോക്ടർ K. ശിവപ്രസാദാണ് ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചത്. 14 അംഗങ്ങളുടെ യോഗത്തിലെത്തിയത് 4 പേർ മാത്രമാണ്. MLA മാരും സർക്കാർ പ്രതിനിധികളും യോഗത്തിന് എത്തിയില്ല. ഇതോടെ സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും. വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. വീണ്ടും ദിനാചരണം ഓർമ്മപ്പെടുത്തി സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഗവർണർ കത്ത് നൽകി. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടു. അതേസമയം പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽമാർക്ക് സർക്കാർ കത്ത് നൽകുമെന്നും സൂചനയുണ്ട്.
വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തലുമായി ഗവർണർ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കൂടി എതിർപ്പറിയിച്ചതിനെ തുടർന്ന് പരിപാടി നടത്തണോ നടത്താതിരിക്കണോ എന്നതിലെ തീരുമാനം അതത് കോളേജുകൾക്ക് സ്വതന്ത്രമായി എടുക്കാമെന്ന സർക്കുലർ നേരത്തെ പുറത്തിറക്കിയിരുന്നു. വിഭജന ഭീതി ദിനാചരണത്തിലൂടെ ഗവർണർ RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗവർണറുടെ നടപടി ശരിയല്ല. സർവകലാശാലകളിലെ ഭരണസ്തംഭനത്തിന് ഒരു പരിഹാരമുണ്ടാകണമെന്നും ഗവർണർ ചെയ്യുന്നത് തെറ്റാണെന്ന് ചങ്കുറപ്പോടെ സർക്കാർ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ് ഇത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം BJP നടത്തി. അതിപ്പോ എക്സ്പോസ്ഡായി. എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കും. വോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരാതിയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ കോടതിയിലോ പരാതി നൽകാം. 10 വർഷം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ ശ്രദ്ധ തിരിക്കാൻ ശ്രമം നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെടിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. 70,000 വോട്ട് കൊണ്ട് ജയിച്ചൊരു സുരേഷ് ഗോപിയോട് 6 വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 6-5 വോട്ട് എന്നാ 10 വോട്ടായിക്കോട്ടെ, 70,000 വോട്ടല്ലല്ലോ, 70,000 വോട്ട് എണ്ണിയിട്ടുള്ളൂ. വ്യാജ വോട്ട് വിവാദത്തിൽ സുരേഷ് ഗോപിക്കും പാർട്ടിക്കും ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 11 വോട്ടിന്റെ ആരോപണമല്ല, ഇതുപോലെ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂട്ടുനിന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആദ്യം പ്രതിക്കൂട്ടിലാകുക എന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകർ കൂടി ഇത് ഗൗരവതരമായി പരിശോധിച്ച് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അല്ലേ, ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ടാണ്. അതുണ്ടായില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ്. കുറ്റകരമായ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആദ്യം പ്രതിക്കൂട്ട്. ഇതിന് കൂട്ടുനിന്നതിനും കൊടപിടിച്ചു കൊടുത്തതിന്റെ പേരിൽ വ്യാപകമായി സഹായിച്ചിട്ടുണ്ട്. വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ഇത്രയും വ്യാപകമായി നടന്നിരിക്കുന്നത്. അവർക്ക് അറിയാമായിരുന്നു. പരാതികൾ ഉണ്ടായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിച്ചില്ല. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ മറുപടി എന്താ മറുപടി അവർ പറഞ്ഞത്? എന്തെല്ലാം വാക്കുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന വാക്കാണ് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായിട്ട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രയും തെളിവുകളോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം മുമ്പിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഇത്രമാത്രം തെളിവുകളോടുകൂടി, ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളോടുകൂടി അതിന് പറയുന്നത് അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നൊക്കെ പറയും. മറുപടിയില്ല. നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം വീണ്ടും ശക്തമായിട്ട് ഗവർണർ. തൃശൂരിൽ CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച ബോർഡിൽ പൂമാലയിട്ട് BJP പ്രവർത്തകർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലെ റോഡിലുള്ള ബോർഡിലാണ് മാല ചാർത്തിയത്. ബോർഡ് തുടച്ചു വൃത്തിയാക്കിയ ശേഷം പൂമാല ചാർത്തുകയായിരുന്നു. സാന്ദ്ര തോമസിന് തിരിച്ചടി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി തള്ളി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിലാണ് ഹർജി നൽകിയിരുന്നത്. ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യയാണെന്നാണ് സാന്ദ്ര ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, സാന്ദ്ര തോമസിന്റെ പ്രതികരണവും ഇതിനകം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു പ്രതികരണം കണ്ട ശേഷം ശ്രീജിത്തിലേക്ക് മടങ്ങിയെത്താം. ആദ്യം കൊടുത്ത ഹർജിയാണ്, അതായത്
നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജൂലൈ 30 കൊടുത്ത ഒരു ഹർജി ഉണ്ടായിരുന്നു. അതായത് വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്നുള്ളതും പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ഇലക്ഷൻ നടത്താൻ എന്നുള്ളതും മൂന്നാമത്തത് പ്രസിഡന്റ് ഇലക്ഷൻ ഹോൾഡ് ചെയ്യണം എന്നുള്ളതുമായിരുന്നു ഹർജി. ആ 3 ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. എൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. കാര്യം അത്രയും വലിയ ഉന്നതർക്കെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. അത് ഞാനൊരു സ്ത്രീ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് നിൽക്കുന്നത് ഇതിപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു അങ്ങേയറ്റമാണ് കണ്ടതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. കാര്യം ഇപ്പം എൻ്റെ തന്നെ ഞാൻ മാനേജിങ് പാർട്ട്ണർ ആയിരുന്ന കമ്പനിയുടെ അന്ന് പാർട്ട്ണർ മാത്രമായിരുന്ന ശ്രീ വിജയബാബു സത്യത്തിൽ ആ കമ്പനി തുടങ്ങിയതും അത് തുടങ്ങി 2 വർഷത്തിന് ശേഷം വന്ന് കയറിയ ഒരാളാണ് അദ്ദേഹം. എന്നിട്ട് ഇന്ന് അദ്ദേഹമാണ് കോടതിക്ക് എന്താ പറയുക എനിക്കെതിരെയുള്ള തെളിവുകൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് അതിനകത്ത് പറയേണ്ടത്? അത് ഓക്കെ, തിരിച്ചടികളുണ്ടാവും, അത് ഞാൻ പ്രതീക്ഷിക്കണമല്ലോ. ഇത്രയും വലിയ ആളുകൾക്കെതിരെ നിന്നിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ ഫൈറ്റ് ചെയ്യുന്നത്. ആ തിരിച്ചടികളെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇനിയും പൊരുതുക തന്നെ ചെയ്യും. എനിക്കിത് ഉണ്ടാവും എന്ന് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൊടുത്തിട്ടത്. ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, സാന്ദ്രയുടെ വാക്കുകളിലുണ്ട് ആ നിരാശ. നാളെ തെരഞ്ഞെടുപ്പാണ്. ഇനി സ്വാഭാവികമായും സാന്ദ്രയ്ക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല, ഇനി മത്സരിക്കാൻ സാധിക്കില്ല. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, നിലവിലെ സാന്ദ്ര ഉന്നയിച്ച 2-3 കാര്യങ്ങൾ, അതായത് ഭരണാധികാരിയുടെ നിയമനം ശരിയല്ല, ബൈലോ പ്രകാരം അല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നത്. മാത്രമല്ല ഇതൊരു കോടതി നടപടി നിരീക്ഷണത്തിൽ വേണം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കാൻ. മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനെ അതൊന്ന് മരവിപ്പിക്കാനുള്ള തീരുമാനം കൂടി വേണം, കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമല്ലാത്തത് കൊണ്ട് തന്നെ. എന്നീ കാര്യങ്ങളും ഒപ്പം തനിക്ക് മത്സരിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെതിരെയാണ് ഹർജി മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ നേരത്തെ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട ഇവരുടെ അവകാശ തർക്കം എന്ന് പറയുന്നത് 3 സിനിമകൾ നിർമ്മിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ. അതിൽ ലിറ്റിൽ ഹാർട്ട്സ്, നല്ല നിലാവുള്ള രാത്രി എന്ന് 2 സിനിമകൾ മാത്രമാണ് സാന്ദ്രയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. മറ്റ് സിനിമകളൊക്കെ വിജയബാബുവായിട്ട് ബന്ധപ്പെട്ട സിനിമകളും ഇവരെ കൂടിച്ചേർന്ന് ഒരുമിച്ച് നിർമ്മിച്ചതുമായിരുന്നു. എന്തായാലും സാന്ദ്ര ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തവണ താൻ മത്സരരംഗത്ത് തീർച്ചയായും ഉണ്ടാവും. ഒരു സിനിമ നിർമ്മിക്കാൻ തനിക്ക് എത്ര സമയം വേണം, അത് കൊണ്ട് വിഷയമില്ല. മാത്രമല്ല ഇത്തരത്തിൽ തന്റെ നോമിനേഷൻ അവകാശ തർക്കം ചിലപ്പോൾ കോടതി നടപടികളിൽ ചിലപ്പോൾ 2 വർഷത്തോളം എടുത്തേക്കാം. ഈ നടപടികളുടെ ഈ അവകാശങ്ങൾ അക്കാര്യത്തെ തെളിവുകളൊക്കെ ശേഖരിച്ച് വാദവും ഒക്കെ നടന്നു വരുമ്പോൾ എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താൻ ഉണ്ടാവും. താൻ ഈ ഒരു തന്റെ ഈ വനിതകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പോരാട്ടത്തിനായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. നിലവിലെ നാളെയാണ് തിരഞ്ഞെടുപ്പ്. ഈ ഒരു പ്രൊഡ്യൂസർ സെഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലിസൺ ചീഫനും വിജയബാബുവും ഒക്കെ ബന്ധപ്പെട്ട പരസ്പരം പോർവിളികൾ നടക്കുകയായിരുന്നു. 2 സ്ഥാനത്തേക്ക് സ്ഥാനത്തിലേക്കും സാന്ദ്ര പത്രിക നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാദം പൂർത്തിയാക്കിയിരുന്നു. 14 അംഗ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നിലവിൽ 26 പേരാണ് മത്സരിക്കുന്നത്. ഇതിൽ ഷീല കുര്യനും ഷർഗ സന്ദീപ് എന്ന മറ്റ് 2 സ്ത്രീകൾ കൂടിയുണ്ട്. എന്തായാലും നാളെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ശ്രീജ. ശരി ശ്രീജിത്ത്, എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ്. ഈ ഒരു തീരുമാനം നിരാശാജനകമെന്നുള്ളതാണ് സാന്ദ്ര തോമസ് പ്രതികരിച്ചിരിക്കുന്ന വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ശ്രീജിത്ത് നായർ. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ സുഹൃത്തിന്റെ കുടുംബാംഗങ്ങളെയും കേസിൽ പ്രതി ചേർക്കും. കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി റമീസ് നടത്തിയ മർദ്ദനവും യുവതി അനുഭവിച്ച ദുരിതങ്ങളും വിവരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ്, റമീസിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ എന്നിവ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു. വിദ്യാർത്ഥിനിയുടെ മാതാവും സഹോദരനും നൽകിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബന്ധുക്കളെ പ്രതി ചേർക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച റമീസിന്റെ സുഹൃത്തും പ്രതിപട്ടികയിലുണ്ട്. കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. NIA അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്നും ജുഡീഷ്യറിയുടെ ഇടപെടലാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. FIRലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ലവ് ജിഹാദ് എന്ന വാക്ക് നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് പീഡനങ്ങളുണ്ടാകുന്നു, നിർബന്ധങ്ങളുണ്ടാകുന്നു, പ്രേരണയുണ്ടാകുന്നു. അപ്പോൾ അതിന് നിയമം വേണ്ടേ? കാരണം സ്വാഭാവികമായിട്ട് സ്നേഹം, പ്രേമം എല്ലാവരും അംഗീകരിക്കുന്ന അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കണ്ടീഷൻസ് സ്വാഭാവികമായിട്ടും ഡവറി ചോദിച്ചു കഴിഞ്ഞാൽ കേസ് വരും. പക്ഷെ അതുപോലെ
കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ആത്മഹത്യ സംബന്ധിച്ച കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സീറോ മലബാർ സഭ. സഭയുടെ മീഡിയ കമ്മീഷനും കത്തോലിക്ക കോൺഗ്രസും ഈ ആവശ്യം മുൻപ് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കവയലിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബവും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. തീവ്രവാദ ബന്ധമുള്ള പനായിക്കുളത്താണ് പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഫാദർ ജെയിംസ് കൊക്കവയലിൽ പറഞ്ഞു. മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതം. തട്ടിക്കൊണ്ടുപോയവർ 2 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പാണ്ടിക്കാട് GLP സ്കൂളിന് സമീപത്ത് നിന്ന് പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത്. പാണ്ടിക്കാട് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം ഷമീറിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പെരിന്തൽമണ്ണ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഈ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി നമ്മൾക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിന്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. പോലീസ് അന്വേഷണത്തിനായി ഷമീറിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഭാര്യയുടെ മൊബൈലിലേക്ക് ഫോൺ കോൾ വന്നത്. 2 കോടി രൂപയാണ് തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെട്ടത്. വിദേശത്ത് ബിസിനസ് നടത്തുകയായിരുന്ന ഷമീറുമായുള്ള സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോട് മുക്കത്ത് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥി. പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സംയോജിതമായ ഇടപെടലാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് രക്ഷയായത്. വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഇന്നലെ വൈകിട്ട് 4:30 മുക്കം കുറ്റിപ്പാല പെട്രോൾ പമ്പിന് മുമ്പിലായിരുന്നു സംഭവം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കാൻ വരുന്ന CCTV ദൃശ്യമാണ് പുറത്തുവന്നത്. വിദ്യാർത്ഥിയെ ആക്രമിക്കാനെത്തിയ നായയെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ ബഹളം വെച്ച് ഓടിച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പെട്രോൾ പമ്പ് ജീവനക്കാർ പറയുന്നു. എപ്പോഴും ഇവിടെ ഉണ്ട്, നായ്ക്കൾ ഉണ്ടാവലുണ്ട്. കുട്ടി ഓടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരികയാണ്. ഞങ്ങൾ പെട്ടെന്ന് പിന്നെ കുട്ടീനെ പിടിച്ച് ഞങ്ങൾ കസാരയിൽ ഇരുത്തി. വീടിന് പുറത്തിറങ്ങിയാൽ ഏതു സമയവും ഒരു തെരുവുനായയുടെ ആക്രമണം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ കാര്യമായി നടപടിയെടുക്കാറില്ലെന്നതാണ് വസ്തുത. അമൃത ന്യൂസ്, കോഴിക്കോട്. ജമ്മുകശ്മീരിലെ ഉറി സെക്ടറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. സൈനികൻ അനിൽകുമാറാണ് മരിച്ചത്. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരെ തടയുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ഇന്ത്യൻ പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി. ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ബാരാമുള്ള ജില്ലയിൽ കൂടുതൽ ഭീകരർ ഉണ്ടായെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ധർമ്മസ്ഥല കേസിന്റെ ആദ്യഘട്ട അന്വേഷണം അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ. മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വിവാദം കർണാടക നിയമസഭയിൽ ചർച്ച ചെയ്യും. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ 13ാം പോയിന്റിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം നിർത്താൻ സർക്കാർ ആലോചിക്കുന്നത്. പോയിന്റ് 13-ൽ 8 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് മൊഴി. നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. നേരത്തെയും കേസിലെ അന്വേഷണ പുരോഗതി പുറത്തുവിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ ഹെലിബറിയ തേയിലത്തോട്ടം പൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. തോട്ടം ഉടമകളുടെ കെടുകാര്യസ്ഥതയും അത്യാഗ്രഹവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതിന് തൊഴിലാളികളെ ഇരയാക്കരുതെന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പീരുമേട് ഹെലിബറിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബറിയ, വള്ളക്കടവ്, ചിന്നാർ, ചെമ്മണ്ണ് തോട്ടങ്ങൾ അടച്ചതായി തോട്ടമുടമകൾ നോട്ടീസ് നൽകിയത്. തൊഴിലാളികൾക്ക് 3 മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല. PF തുക 58 മാസമായി കുടിശ്ശികയാണ്. കൊച്ചി ഓപ്ഷനിൽ ചിന്നാർ ടീക്ക് നല്ല വിലയുണ്ടായിരുന്നതാണ്. ആ ചിന്നാർ ടീക്കകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷന് വെച്ച് വിറ്റു. പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കലർന്ന തേയിലയാണ്, ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് കണ്ടെത്തുകയും ഈ ഹെലിബറിയ ടീ കമ്പനിയെ കരിമ്പട്ടികപ്പെടുത്തുകയും ചെയ്തു. ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത്. തൊഴിലാളികളെ ദ്രോഹിച്ച് തോട്ടമടച്ചാൽ പീരുമേട് ടീ കമ്പനിയുടെ അവസ്ഥ ഹെലിബറിയ മാനേജ്മെന്റിനുമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു.
തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. വോട്ട് ക്രമക്കേട് സംബന്ധിച്ച വ്യാപക പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി. രാവിലെ 9:30 റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് BJP ഒരുക്കിയത്. പോലീസ് സുരക്ഷയോടെയാണ് സുരേഷ് ഗോപിയെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് എത്തിച്ചത്. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസരൂപേണയുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ മാറി മാറി ചോദിച്ചിട്ടും മറുപടി പറയാതെ അദ്ദേഹം മൗനം പാലിച്ചു. കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റവരെ കാണാനാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത്. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റ BJP നേതാക്കളെ ആശുപത്രിയിലെത്തി സുരേഷ് ഗോപി സന്ദർശിച്ചു. ഇതിനിടെ ഇത്രയും സഹായിച്ചതിന് നന്ദി എന്ന പരിഹാസരൂപേണയുള്ള മറുപടി മാത്രമാണ് സുരേഷ് ഗോപി നൽകിയത്. തുടർന്ന് MP ഓഫീസിലെത്തിയ അദ്ദേഹം പ്രവർത്തകരുമായി ചർച്ച നടത്തി. ശേഷം പ്രതിഷേധ മാർച്ചിന് പങ്കെടുക്കാതെ മടങ്ങി. അതേസമയം കള്ളപ്രചരണങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. തുടർന്ന് 12 മണിയോടെ BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ടർ പട്ടിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ചേരൂരിലെ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാലയിടുകയും ചെയ്തു. മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു. ഇതിന് മറുപടിയെന്നോണം രാത്രി 8 മണിയോടെ BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തിയിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രേഖകൾ കൈമാറി VS സുനിൽകുമാർ. നാളെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി കൊടുക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തെളിവിങ്ങോട്ട് കൊണ്ടുവരൂ. തെളിവ് കൊണ്ടുവരുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലടയ്ക്കാനുള്ള അധികാരം കൂടി ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്ന ന്യായം എവിടുത്തെ ന്യായമാണ്? അത് എന്ത് റൂളാണത്? ആർക്ക് വേണ്ടിയുള്ള റൂളാണത്? അത് ഇലക്ടർ റോൾ എന്ന് പറയുന്ന ഇലക്ടർ റോളിനെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ആളുകൾ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് ഇലക്ടർ റോളിനെ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ്. ഒരു ഇലക്ഷന്റെ അന്തിമഘട്ടത്തിൽ യാതൊരു തെളിവില്ലാതെ നിങ്ങൾ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു ഓത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ചലഞ്ച് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം അതാണ്. അത് കുവൈറ്റിൽ അഹമ്മദി ഗവർണറേറ്റിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ 10 പ്രവാസി തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. വിഷമദ്യം കഴിച്ചതിനെ തുടർന്നാണ് ദുരന്തം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. വിഷബാധയേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഫർവാനിയ, അദാൻ ആശുപത്രികളിൽ 15ഓളം പ്രവാസികളെ പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരിൽ 10 പേർ മരണമടഞ്ഞു. മരിച്ചവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ള വിവരം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയെ ചോദ്യം ചെയ്യലിനായി ED ഓഫീസിൽ ഹാജരാക്കി. ഇന്ന് ഹാജരാകാൻ റെയ്നയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു. നിയമവിരുദ്ധമായ വാതുവെപ്പ് ആപ്പുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും എതിരെയുള്ള നടപടിയുടെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. പല സിനിമാ കായിക താരങ്ങളും ഇത്തരം ആപ്പുകളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുണ്ട്. റാണ ദഗുപതി, പ്രകാശ് രാജ് എന്നിവരുൾപ്പെടെ 25 താരങ്ങൾക്കെതിരെ മാസങ്ങൾക്ക് മുൻപ് തെലങ്കാന പോലീസ് കേസെടുത്തിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.